ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് വെബ്സൈറ്റുകളാണ്. നിങ്ങളെ ട്രേഡ് ചെയ്യാനായിട്ട് സഹായിക്കാൻ പോകുന്ന കുറച്ച് വെബ്സൈറ്റുകളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ഡിസ്ക്ലെയിമർ ആയിട്ട് പറയാനുള്ളത്, എല്ലാ വെബ്സൈറ്റും ഒരുവിധം എന്താ പറയുക, ഒരു വെബ്സൈറ്റിൽ കിട്ടാത്ത കാര്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാ വെബ്സൈറ്റിലും ഒരുവിധം ഓൾമോസ്റ്റ് എല്ലാ ഇൻഫോർമേഷൻ അവൈലബിൾ ആണ്. പക്ഷേ ഓരോ വെബ്സൈറ്റും അവരുടേതായിട്ടുള്ള ഒരു സ്ട്രോങ് പോയിന്റ് ഉണ്ട്. ചില വെബ്സൈറ്റിൽ ചില കാര്യങ്ങൾ നല്ലതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റീസണിലാണ് ഞാൻ കുറേ അധികം വെബ്സൈറ്റുകൾ കാണിക്കുന്നത്. ഓരോ വെബ്സൈറ്റിലും അവരുടേതായിട്ടുള്ള കുറേ സ്പെഷ്യലൈസേഷനുകളുണ്ട്. ഓരോ വെബ്സൈറ്റും ചില കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിലും കൂടുതലായിട്ട് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ NSEയുടെ വെബ്സൈറ്റ് തന്നെയാണ്. മുമ്പ് സമയത്തൊക്കെ NSEയുടെ വെബ്സൈറ്റ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ തലവേദന വേറെ ഉണ്ടായിരുന്നില്ല. കാരണം ഭയങ്കര ഒരു പഴഞ്ചൻ ലുക്കിംഗ് വെബ്സൈറ്റ് ആയിരുന്നു. യൂസ് ചെയ്യാനും ഭയങ്കര പാടോട്ട് യൂസർ ഫ്രണ്ട്ലി ഒന്നല്ല. പക്ഷെ NSE പുതിയ മോഡൽ വെബ്സൈറ്റ് കൊണ്ടുവന്നു. അപ്പോൾ കുറേ കൂടി യൂസർ ഫ്രണ്ട്ലി ആണ്. ഡാറ്റ കുറേ കൂടി അല്ലെങ്കിൽ ഇൻഫർമേഷൻ കുറേ കൂടി വെൽ ലേഡ് ഔട്ടാണ്. നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനും നോക്കാനും നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. പിന്നെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയൊക്കെ ഉണ്ട് ഈ വെബ്സൈറ്റ് കാണാനായിട്ട്. അപ്പോൾ NSEയുടെ വെബ്സൈറ്റ് ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡാറ്റയുള്ള ആക്യുറസിയാണ്. നമ്മളിപ്പോൾ മറ്റ് വെബ്സൈറ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റില്ല ഇത് എക്സാക്ട് ഡാറ്റയാണ്, ഇതിൽ കാണിക്കുന്നത് ഫുൾ കറക്റ്റാണ് നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല. പക്ഷേ അതേസമയം NSEയുടെ ഡാറ്റ എപ്പോഴും കൃത്യമായിരിക്കും. എപ്പോഴും വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും NSE കാണിക്കുന്നത്. ആഫ്റ്റർ ഓൾ NSE ആണല്ലോ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഡാറ്റയിലാണ് നമുക്ക് ഏറ്റവും റിലയബിൾ ആയിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റയാണ് NSE പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും NSEയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ വരുന്ന ഒരുവിധ എല്ലാ ഡാറ്റയും NSEയിൽ കിട്ടും. നിങ്ങൾ ട്രേഡിങ് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ NSE ദിവസത്തിൽ ഒരു വട്ടെങ്കിലും നോക്കിയിട്ടുണ്ടാവും. ഞാൻ പേഴ്സണലി NSE നോക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ FII DII ഡാറ്റ കിട്ടാനും അതുപോലെ തന്നെ ഓപ്ഷൻ ചെയിൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടാണ് ഞാൻ NSE പേഴ്സണലി യൂസ് ചെയ്യാറ്. ഇനി നമുക്ക് രണ്ടാമത്തെ വെബ്സൈറ്റിലേക്ക് പോവാം. ഇത് മണി കൺട്രോളാണ്. അപ്പോൾ ഈ മണി കൺട്രോളിൻ്റെ വെബ്സൈറ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ന്യൂസ് അറിയാനായിട്ടാണ്. അപ്പോൾ മണി കൺട്രോളിലും മുമ്പത്തെ മാതിരി നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. കണ്ടില്ലേ, ഈ ഒരു സെർച്ച് ബാറിൽ സ്റ്റോക്ക് സെർച്ച് ചെയ്ത് നമുക്ക് ഈ NSEയുടെ വെബ്സൈറ്റിൽ കിട്ടുന്ന പോലത്തെ ഇൻഫർമേഷൻസ് ഇവിടെയും കിട്ടും. പക്ഷേ NSEയിലെ ഇൻഫർമേഷൻ കുറേ കൂടി ആക്യുറേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ NSEയിൽ ആ കാര്യങ്ങൾ നോക്കുന്നത്. മണി കൺട്രോൾ അതേസമയം ഞാൻ ന്യൂസുകൾ നോക്കാനായിട്ടാണ് യൂസ് ചെയ്യുക. ഇപ്പോൾ ന്യൂസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവിടെ ഓരോ ഡിഫറെൻറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ബിസിനസ് ഉണ്ട്, ജോഗ്രഫി, മാർക്കറ്റ്സ്, പിന്നെ സ്പെഷ്യൽ, ടെക്നോളജി, ഇങ്ങനത്തെ ഓരോ കാറ്റഗറിയിലെ ന്യൂസുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലെ ന്യൂസാണോ, നമ്മളിവിടെ ട്രേഡിംഗ് ആയതുകൊണ്ട് നമ്മളുടെ കാറ്റഗറി എന്ന് പറയുന്നത് മാർക്കറ്റാണ്. അപ്പോൾ ഈ മാർക്കറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ന്യൂസുകൾ കിട്ടും. നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിങ്ങനെ കണ്ടില്ലേ, നിങ്ങൾക്ക് അറിയണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ന്യൂസുകളും ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഈ സ്പോൺസേർഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നില്ലേ, ഇതൊന്നും ആവശ്യമില്ലാത്ത ന്യൂസാണ്. ഇത് ഈ മണി കൺട്രോൾ കാശ് ഉണ്ടാക്കാനായിട്ട് ഇടുന്ന പരസ്യം പോലെയാണ്. അപ്പോൾ ബാക്കി ഇമ്പോർട്ടൻറ്റ് ന്യൂസുകളൊക്കെ ഇവിടെ കാണിക്കും. അതുപോലെ നിങ്ങൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ലൈവായിട്ടൊക്കെ മണി കൺട്രോളിൽ നമുക്ക് ന്യൂസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിനാണ് ഞാൻ മണി കൺട്രോൾ യൂസ് ചെയ്യുന്നത്. അതും കൂടാതെ മണി കൺട്രോളിൻ്റെ ആപ്പ് ഉണ്ട്. അപ്പോൾ ആപ്പ് ഞാൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതും ന്യൂസ് നോക്കാനായിട്ടാണ്. നമ്മളെന്നും കാലത്ത് എഴുന്നേറ്റ് നമ്മൾ നെറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മണി കൺട്രോളിൽ നോട്ടിഫിക്കേഷൻസ് വരാൻ തുടങ്ങും. അപ്പോൾ അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കാറുള്ള ന്യൂസ് എന്ന് പറയുന്നത് 15 തിങ്സ് ദാറ്റ് ചേഞ്ച്ഡ് വൈൽ യു സ്ലീപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ വരും. അതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ട്രേഡിംഗ് ഡേ ക്ലോസ് ചെയ്തിട്ട് ഇന്ന് കാലത്തെ ട്രേഡിംഗ് ഡേ ഓപ്പൺ ചെയ്യുന്ന നേരത്തിൽ നടന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ അന്ന് നടന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഈവൻറ്റ്സ് ആണ് കാണിക്കുക. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് ട്രാക്ക് ചെയ്യേണ്ടതെന്നും അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റോക്ക് അവോയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ആ ഒരു മണി കൺട്രോളിലെ ന്യൂസ് വായിച്ചാൽ നമുക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് മണി കൺട്രോൾ പോലെ തന്നെ ഞാൻ വേറെ ന്യൂസ് വായിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് എക്കണോമിക് ടൈംസിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. ഞാൻ പേഴ്സണലി കൂടുതൽ യൂസ് ചെയ്യുന്നത് മണി കൺട്രോളാണ്. ഇനി investing.comഉം അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റ് കൂടി ഞാൻ ഇപ്പോൾ തന്നെ പറയാം, സ്ക്രീനർ. investing.comഉം സ്ക്രീനറും നിങ്ങൾ ഒന്നിച്ച് യൂസ് ചെയ്യണം. ഒരു കൺജങ്ഷനിൽ യൂസ് ചെയ്താലാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവാമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ investing.com സ്ക്രീനർ ഞാൻ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാലിസിസ് നടത്താനായിട്ടാണ്. ഇപ്പം നിങ്ങളൊരു കമ്പനി സെർച്ച് ചെയ്തു. ഇപ്പം നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ICICI ബാങ്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ ICICI ബാങ്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ICICI ബാങ്കിൻ്റെ ചാർട്ട് കാണിക്കുന്നുണ്ട്.
അപ്പോൾ investing.com ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു ചാർട്ടിംഗ് ടൂള് കൂടിയാണ് investing.com. നമ്മളിവിടെ ചാർട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു ചാർട്ടിംഗ് പ്ലാറ്റ്ഫോം കൂടിയാണ് investing.com. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ചാർട്ടല്ല വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻഡിൽ ചാർട്ട് ഇടാം. അതുപോലെ തന്നെ ഇഷ്ടംമാതിരി ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് റിമൈൻഡേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ചില ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ഞങ്ങളുടെ റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യാൻ 1-2 റിമൈൻഡേഴ്സിൽ കൂടുതൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ട്രേഡിംഗ് വ്യൂലൊക്കെ അങ്ങനെയാണ്, കുറച്ച് റിമൈൻഡറുകളാണ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പ്രീമിയം വെർഷനൊക്കെ എടുക്കണം. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇഷ്ടംമാതിരി റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യാം, എത്ര ഇൻഡിക്കേറ്റേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ investing.comൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ചാർട്ട് യൂസ് ചെയ്യാനായിട്ട് investing.com യൂസ് ചെയ്യാം. ഞാൻ പേഴ്സണലി ചാർട്ട് യൂസ് ചെയ്യാനല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ജസ്റ്റ് ബാക്കി ഇൻഫോർമേഷൻസ് അറിയാനായിട്ടാണ് ഞാൻ investing.com യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ investing.com എടുത്തു, ചാർട്ടിന് വരെ നിങ്ങളിപ്പോൾ പ്രൊഫൈൽ എടുത്തു. അപ്പോൾ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ICICI ബാങ്കിൻ്റെ ഒരു പ്രൊഫൈലാണ് ഇവിടെ കാണിക്കുന്നത്. ICICI ബാങ്കിനെ കുറിച്ചുള്ള കുറേ ഇൻഫോർമേഷൻസ് കാണിക്കും. എവിടെയാണ് ICICI ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, അതുപോലെ ICICI ബാങ്കിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. എംപ്ലോയി നമ്പർ, സെക്ടർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി കാണിക്കും. പിന്നെ അവരുടെ എക്സിക്യൂട്ടീവ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ന്യൂസ് ആൻഡ് അനാലിസിസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ICICI ബാങ്കിനെ കുറിച്ചിട്ടുള്ള ICICI ബാങ്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ന്യൂസുകൾ ഇവിടെ കാണിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ട്രേഡ് ചെയ്യാനോ പോകുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ആ സ്റ്റോക്കിനെ കുറിച്ച് ഇവിടെ സെർച്ച് ചെയ്താൽ ആ സ്റ്റോക്കിനെ സംബന്ധപ്പെട്ടുള്ള കുറേ അധികം ന്യൂസുകൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ടെക്നിക്കൽസ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ക്രൂഡായിട്ടുള്ള ഒരു ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഒരു ഐഡിയ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് സ്ട്രോങ് ബൈ ആണ്, മാർക്കറ്റ്സ് ബുള്ളിഷ് ആണ്, അതുകൊണ്ടായിരിക്കും ഇവിടെ സ്ട്രോങ് ബൈ. അപ്പോൾ ഇതൊന്ന് കണ്ടിട്ട് നിങ്ങൾ മേടിച്ച് കയ്യിൽ വയ്ക്കരുത്, ചിലപ്പോൾ പണി പാടും. നിങ്ങളുടെ അനാലിസിസും കൂടി ചെയ്തിട്ട് ഇതിലോട്ടൊന്ന് നോക്കുക, അത്രയ്ക്ക് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അല്ലാണ്ട് നിങ്ങൾ ഈ ഒരു സംഭവം മാത്രം വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ടെക്നിക്കൽ അനാലിസിസ് കംപ്ലീറ്റ് ചെയ്യും. ഒരു ബൈ പറയുകയാണെങ്കിൽ ബൈ ചെയ്യുക, സെല്ലാണെങ്കിൽ സെല്ല്, അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ അനാലിസിസിനെ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് നിങ്ങൾ ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടമായി മൂവിങ് ആവറേജ്, മൊമെൻറ്റം ഓസിലേറ്റർ, ഇങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ അതുപോലെ വോളറ്റിലിറ്റി, പിവറ്റ് പോയിന്റ്സ്, ഇങ്ങനത്തെ കുറേ അധികം ഡാറ്റകൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ investing.comൻ്റെ. പിന്നെ ഫിനാൻഷ്യൽസ് ക്ലിക്ക് ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ ഇങ്ങനെ കുറേ അധികം ഡാറ്റ ഇവിടെ ICICI ബാങ്കിൻ്റെ കുറേ അധികം ഡാറ്റ നമുക്ക് investing.comൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു investing.com സ്ക്രീനറും കൺജങ്ഷനിൽ യൂസ് ചെയ്യാൻ പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ investing.comൽ കിട്ടാത്ത കുറേ അധികം ഡാറ്റ നമുക്ക് സ്ക്രീനറിൽ അവൈലബിൾ ആണ്. investing.com കുറേ കൂടി വെൽ ലേഡ് ഔട്ട് ആണെന്നുണ്ടെങ്കിലും സ്ക്രീനറിൽ കുറേ കൂടി അധികം ഡാറ്റ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ICICI ബാങ്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചാർട്ടിങ് ടൂൾ അത്ര ഗുണമുള്ള ടൂളല്ല, ബാക്കി കാര്യങ്ങളൊക്കെ പക്ഷേ അടിപൊളിയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ICICI ബാങ്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസ് കോൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിയർ കമ്പാരിസൺ, അതായത് പിയേഴ്സ് എന്ന് പറഞ്ഞാൽ ICICI ബാങ്കിൻ്റെ പിയേഴ്സ് വേറെ ബാങ്കുകളായിരിക്കും, ഇപ്പോൾ HDFC ബാങ്ക്, കൊട്ടക് മഹീന്ദ്ര. അപ്പോൾ അതിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്തിട്ടുള്ള കുറേ അധികം ഡാറ്റകൾ ഇപ്പോൾ ഇവിടെ കിട്ടും. ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ്, അതുമാതിരി പ്രൈസ് ടു ഏർണിങ്സ്, ഈ ICICI ബാങ്കിൻ്റെ ബാക്കി ബാങ്കുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ബാക്കി കോമ്പറ്റീഷനായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള ഡാറ്റകളൊക്കെ ഇവിടെ കിട്ടും. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ക്രീനറിലെ ഒരു ഫീച്ചറാണ് ഈ ക്വാർട്ടർലി റിസൾട്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ക്വാർട്ടർലി റിസൾട്ടോ അല്ലെങ്കിൽ ഹാഫ് ഇയർലി റിസൾട്ടൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇഷ്ടമായി ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യാനായിട്ട് പറ്റിയൊരു ടൂളാണെന്ന് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനർ. ഫണ്ടമെൻ്റൽ അനാലിസിസിന് വേണ്ട ഒരുവിധപ്പെട്ട എല്ലാ ഡാറ്റയും നമുക്ക് സ്ക്രീനറിൽ നിന്ന് അവൈലബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ നമുക്കിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റുകൾ കിട്ടും. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ വരെ പറ്റും. ഒരുവിധ ഇഷ്യൂസും ഇല്ല, ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ വരെ ഈ സ്ക്രീനറിൽ നിന്ന് കിട്ടും. കണ്ടില്ലേ ഇവിടെ ക്രെഡിറ്റ് റേറ്റിംഗ്, ഇങ്ങനത്തെ കുറച്ച് ന്യൂസുകളാണ്. ഞാൻ പറഞ്ഞ ഡൗൺലോഡ് ചെയ്യുന്ന സംഭവമില്ലേ, ഈ ആനുവൽ റിപ്പോർട്ട് കണ്ടില്ലേ. അപ്പോൾ ഇത് ഓരോ വർഷത്തെയും ഈ ICICI ബാങ്കിൻ്റെ ആനുവൽ റിപ്പോർട്ടാണ്, BSEൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഇതിനെ നമ്മുടെ അനാലിസിസ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വളരെയധികം കുറേ അധികം ഇൻഫോർമേഷൻസ് സ്ക്രീനറിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു ബിഗിനർ കണ്ടാൽ കുറച്ച് ഇൻറ്റിമിഡേറ്റിംഗ് ആയിട്ട് തോന്നും എന്നുണ്ടെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വളരെ ഇത്ര നേരം നമ്മൾ കണ്ടിട്ടുള്ള വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഇതൊരു കമ്മ്യൂണിറ്റി വെബ്സൈറ്റാണ്. അപ്പോൾ ഈ വെബ്സൈറ്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുകളെ കുറിച്ചുള്ള ഡിസ്കഷൻസ് നടക്കും. ഞാൻ വായിച്ചിട്ടുള്ളത് വെച്ച് നല്ല ക്വാളിറ്റി ഉള്ള ട്രേഡേഴ്സ് പബ്ലിഷ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഒക്കെ നമുക്ക് ഇവിടെ വായിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രേഡിംഗ് ക്യൂ എടുത്ത് നോക്കി വല്ല സമയം കിട്ടുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ
കുറേ കണ്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ. ഹൗ ടു അപ്ലൈ ഫോർ വിപ്രോ ബൈബാക്ക്, അതുപോലെ ഹൗ വിൽ ദ ലോഗിൻ ID ഫോർമാറ്റ് ചേഞ്ച്. അതിപ്പോൾ അത്യാവശ്യമൊന്നുമില്ല. അതുമാതിരി നിങ്ങൾക്ക് കുറേ ആവശ്യമുള്ള കുറേ ന്യൂസുകൾ അല്ലെങ്കിൽ ആർട്ടിക്കിളുകൾ ഇവിടെ കിട്ടും. അതും കൂടാണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡൗട്ട്സ് ഇവിടെ ചോദിക്കാം. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് എന്താ അഭിപ്രായം, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള ട്രേഡേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ മിക്കവാറും കിട്ടും, പെട്ടെന്ന് തന്നെ കിട്ടും എന്നാണ് തോന്നുന്നത്. ഞാൻ പേഴ്സണലി പറയാനുള്ള എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് പറയുന്നത് കേട്ടിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. നിങ്ങളും ട്രൈ ഔട്ട് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ യൂസ് ചെയ്യുക. ഇനി അവസാനമായിട്ട് ഇതെല്ലാവർക്കും അറിയുന്ന വെബ്സൈറ്റ് തന്നെയാണ് ട്രേഡിംഗ് വ്യൂ. ട്രേഡിംഗ് വ്യൂ ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ പ്രൈമറി ചാർട്ട് പ്ലാറ്റ്ഫോമായിട്ടാണ്. ഞാൻ അപ്സ്റ്റോക്സും സറോദയും യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പക്ഷെ അവരുടെ ചാർട്ടല്ല യൂസ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ട് മിക്കവാറും ഓൾമോസ്റ്റ് എൻ്റെ ഒരു ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു 90% അല്ലെങ്കിൽ ഒരു 95% ട്രേഡേഴ്സ് ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. ഞാൻ ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ട്രേഡിംഗ് വ്യൂ യൂസ് ചെയ്ത് നോക്കുക. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രോക്കറിൻ്റെ ചാർട്ടിനേക്കാൾ എപ്പോഴും എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നത് ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടാണ്. പക്ഷേ ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില ഫീച്ചേഴ്സൊക്കെ പ്രീമിയം ഫീച്ചേഴ്സാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 3 ഇൻഡിക്കേറ്ററിൽ കൂടുതൽ ഇടാൻ പറ്റില്ല. അതുമാതിരി അലർട്ട് സെറ്റ് ചെയ്യുമ്പോൾ കുറേ അധികം അലേർട്ട്സ് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ഒഴിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ചാർട്ടിംഗ് പ്ലാറ്റ്ഫോം എനിക്ക് ഏറ്റവും സൂട്ടബിളായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ചാർട്ടിംഗ് പ്ലാറ്റ്ഫോമായിട്ട് തോന്നിയിട്ടുള്ളത് ട്രേഡിംഗ് വ്യൂവിൻ്റെയാണ്. ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ടാവും സറോദയിലും അപ്സ്റ്റോക്സിലൊക്കെ ട്രേഡിംഗ് വ്യൂവിൻ്റെ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ എന്ന്. ഉണ്ട്, പക്ഷേ എനിക്ക് എന്താ പറയുക, ട്രേഡിംഗ് വ്യൂവിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ചാർട്ട് നോക്കുന്നതാണ് എനിക്കിഷ്ടം. ട്രേഡിംഗ് വ്യൂവിൻ്റെ ആപ്പും ഉണ്ട് കേട്ടോ ഫോണിൽ, അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കമ്പ്യൂട്ടറിൽ ട്രേഡിംഗ് വ്യൂവിൽ ചാർട്ടിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഫോണിലും അപ്ഡേറ്റ് ആവും. ഇവിടെ നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലും അതേ സംഭവം അപ്ഡേറ്റ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇവിടെ വരച്ചതൊക്കെ നിങ്ങളുടെ ഫോണിലും സേവ് ആയിട്ട് കിടക്കും. അതേസമയം അത് സറോദയിലും അപ്സ്റ്റോക്സിലൊന്നും അങ്ങനെയില്ല. നിങ്ങൾ ഇപ്പോൾ അപ്സ്റ്റോക്സിൽ ഇപ്പോൾ ചാർട്ടിൽ ഒരു സംഭവം വരച്ച് കഴിഞ്ഞാൽ അത് ഫോണിലെ അപ്സ്റ്റോക്സിൻ്റെ ആപ്പിൽ അത് റിഫ്ലക്റ്റ് ചെയ്യില്ല. അതാണ് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള റീസൺ ഞാൻ ഈ ട്രേഡിംഗ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ വെബ്സൈറ്റുകളാണ് ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ ബേസിക്കലി യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓൾമോസ്റ്റ് ഒരു ഡെയിലി അല്ലെങ്കിൽ മന്ത്ലി ബേസിസിലൊക്കെ എന്തായാലും യൂസ് ചെയ്യുന്നത്. NSEയും ട്രേഡിംഗ് വ്യൂ ഒക്കെ ഫുൾ ടൈം യൂസ് ചെയ്യുന്ന ആപ്പുകളാണ്. NSE ട്രേഡിംഗ് വ്യൂ, അതുപോലെ മണി കൺട്രോൾ. ഇനിയിപ്പോൾ എനിക്ക് കൂടുതൽ നല്ല അനാലിസിസ് നടത്തണമെന്നുണ്ടെങ്കിലാണ് ഞാൻ investing.com അതുപോലെ സ്ക്രീനറൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, ഞാൻ യൂസ് ചെയ്യാത്തൊരു സൈറ്റാണ് അധികം ട്രേഡിംഗ് Q&A. ഇത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ടാൽ എന്നോട് പറയാം. അപ്പോൾ ഈ വീഡിയോ കണ്ടത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.